ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണൻ്റെ അഹങ്കാരം ശമിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ഭഗവാൻ അഹങ്കാരം ശമിപ്പിക്കുന്ന ഒരു കഥയാണ്. ഗരുഡൻ, ബലരാമൻ, സത്യഭാമ എന്നിവരുടെ അഹങ്കാരം മാറ്റുന്ന കഥയാണ്. താൻ കാശ്യപ പ്രജാപതിയുടെ പുത്രനാണ്, സൂര്യസാരഥിയായ അരുണൻ്റെ അനുജനാണ്, സർവതന്ത്ര സ്വതന്ത്രനായി തീർന്നവനാണ്, പർവ്വകുലത്തിൻ്റെ ദേവനും രാജാവുമാണ്, പാലാഴി മദനത്തിന് മന്ദരപർവ്വതം അപ്പാടെ കൊക്കിൽ കുത്തിക്കൊണ്ടുവന്നവനാണ്. ഇതിനേക്കാളെല്ലാം മഹാവിഷ്ണുവിൻ്റെ വാഹനവുമാണ്. ഇതൊക്കെയായിരുന്നു ഗരുഡൻ്റെ അഹങ്കാരം. ബലരാമനാണെങ്കിൽ യദുവംശ മന്നൻ, വൃദ്ധനായ ഉഗ്രസേനാണെങ്കിലും രാജാവായി ഭരിക്കുന്നത് താനാണെന്നും കൃഷ്ണൻ പോലും തന്നെ ഭയപ്പെടുന്നെന്നും ഹസ്തിനപുര രാജാവ് പോലും തന്നെ കുമ്പിടുന്നെന്നും ബലരാമന് തോന്നി. ഹസ്തിനപുര രാജധാനി പോലും തൻ്റെ കലപ്പയാൽ കൊളുത്തി വലിച്ച് ചരിഞ്ഞു നിൽക്കുന്നത് തൻ്റെ കഴിവാണെന്നും തൻ്റെ ബലവും ശക്തിയും ജനങ്ങൾക്കറിയാമെന്നുമുള്ള അഹങ്കാരമായിരുന്നു ബലരാമന്. ദ്വാരകയിലെ പരമാധികാരിയായ ഭരണകർത്താവ് ബലരാമനാണെന്ന് കൃഷ്ണന് സമ്മതിച്ചു കൊടുത്തു. അടുത്തത് ഭഗവാന്റെ ഭാര്യയായ സത്യഭാമയ്ക്ക് ക്രമത്തിലധികം അഹങ്കാരം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ സുന്ദരി താനാണെന്നും മറ്റ് ഭാര്യമാരെ അപേക്ഷിച്ച് കൃഷ്ണന് തന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നുമുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു. കൃഷ്ണൻ അധിക സമയം തന്നോടൊപ്പമാണെന്നും എവിടെ പോയാലും തന്നെയാണ് കൂടെ രഥത്തിൽ കൊണ്ടുപോകുന്നതെന്നും സൂര്യഭഗവാനെ തപസ് ചെയ്ത് ശ്രേഷ്ഠമായ സെമന്തകമണി വാങ്ങിയ സത്രാജ്യത്തിൻ്റെ പുത്രിയാണെന്നും ദേവലോകത്തു നിന്ന് പാരിജാതം കൊണ്ടുവന്ന് കൃഷ്ണൻ തൻ്റെ അന്തഃപുര മണിമുറ്റത്താണ് വെച്ചതെന്നും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സത്യഭാമയുടെ അഹങ്കാരത്തിൻ്റെ കാരണം. ഈ 3 പേരുടെ അഹങ്കാരം ശമിപ്പിക്കണമെന്ന് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു. അതിനുള്ള ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ദേവലോകത്ത് ഇന്ദ്രാദി ദേവകളും ബൃഹസ്പതി മുതലായ മുനികളും അവരുടെ ഇടയിൽ ഗരുഡനുമായിട്ടൊരു സദസ്സ് നടക്കുകയായിരുന്നു. ആ സമയം നാരദൻ അവിടെ എത്തി. ബ്രഹ്മപുത്രനായ നാരദനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റപ്പോൾ ഗരുഡൻ മാത്രം എഴുന്നേറ്റില്ല. മാത്രമല്ല, ആ ഏഷണിക്കാരനായ മുനിയെ കണ്ട് ഞാൻ എന്തിനാണ് എഴുന്നേൽക്കുന്നത് എന്നൊക്കെ ഗരുഡൻ പറഞ്ഞു. ഗരുഡൻ പുച്ഛമായി പറഞ്ഞ വാക്കുകൾ നാരദൻ കേട്ടു. എവിടെയും പൂജിക്കപ്പെടുന്ന താൻ ഒരു പക്ഷിയാൽ അപമാനിതനായി എന്ന തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. 2 ദിവസം കഴിഞ്ഞ് നാരദൻ ദ്വാരകയിലെത്തി. കൃഷ്ണൻ ബഹുമാനപൂർവ്വം സ്വീകരിച്ചിരുത്തി. ദേവലോകത്തെ കാര്യങ്ങളെല്ലാം കൃഷ്ണൻ ചോദിച്ചു. അപ്പോൾ ഇന്ദ്രസദസ്സിൽ ഗരുഡൻ തന്നെ അപമാനിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ വിഷമിക്കേണ്ട, നമുക്ക് നിവൃത്തി ഉണ്ടാക്കാം, എന്നിട്ട് ഭാമയെ വിളിക്കാൻ പറഞ്ഞു. എന്തിനാണോ ഭാമയെ വിളിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് ഭാമയുടെ അന്തഃപുരമുറിയുടെ മുൻപിൽ ചെന്ന് ഭാമാദേവിയെ കൃഷ്ണൻ വിളിക്കുന്നെന്ന് പറഞ്ഞു. അവൾ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് അണിഞ്ഞൊരുങ്ങിയായിരുന്നു. കേട്ടതായി ഭാവിച്ചതുപോലുമില്ല. 3-4 തവണ വിളിച്ചെങ്കിലും ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ലെന്ന് തിരിച്ചു വന്ന നാരദൻ കൃഷ്ണനോട് പറഞ്ഞു. ശരി, ഇനി കദളീവനത്തിൽ പോയി ഹനുമാനെ വിളിക്കാൻ പറഞ്ഞു. ഹനുമാൻ എന്തിനിവിടെ വരുന്നതെന്ന് ചിന്തിച്ച് കദളീവനത്തിൽ പോയി ധ്യാനതരതനായിരിക്കുന്ന ഹനുമാനെ വിളിച്ചു. ഭഗവാൻ കൃഷ്ണൻ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഏത് കൃഷ്ണനാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് ഹനുമാൻ ശ്രീരാമനെയാണ് ഭഗവാനായി കാണുന്നതെന്നും രാമനാമമാണ് അവൻ്റെ ദിവ്യമന്ത്രമെന്നും മനസ്സിലായത്. ഉടൻ നാരദൻ തൻ്റെ വീണ മീട്ടിക്കൊണ്ട് രാമനാമം പാടി. അപ്പോൾ ഹനുമാൻ രാമനാമം കേട്ടിടത്തേക്ക് നടക്കാൻ തുടങ്ങി. പിന്നെ ഈ രാമനാമം പാടിക്കൊണ്ട് നടന്ന ദ്വാരകയിലെ പൂന്തോട്ടത്തിലെത്തി. ഹനുമാനും എത്തി. ഈ വിവരം പറയാൻ മുനി ഭഗവാന്റെ അടുത്തേക്ക് ഓടി. ഉദ്യാനത്തിൽ വന്ന് അല്പം കഴിഞ്ഞപ്പോൾ രാമനാമം കേൾക്കാഞ്ഞതിനാൽ ഹനുമാൻ കണ്ണു തുറന്നു. താൻ ഇതെവിടെയാണ്, താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹനുമാൻ പൂന്തോട്ടത്തിലെ മരങ്ങളെല്ലാം തല്ലി തകർക്കാൻ തുടങ്ങി. ഉദ്യാനപാലകന്മാരെ എല്ലാം അടിച്ചൊതുക്കി. ആ സമയം ഗരുഡൻ ദ്വാരകയിൽ ഉണ്ടായിരുന്നു. ഹനുമാന്റെ ആക്രമണം അറിഞ്ഞ് ബലരാമൻ കോപത്തോടെ ഗരുഡനോട് പറഞ്ഞു, കണ്ടില്ലേ, നമ്മുടെ ഉദ്യാനത്തിൽ ഒരു കുരങ്ങൻ വന്ന് പല ആക്രമണങ്ങളും നടത്തി. അവനെ പിടിക്കാൻ പോയ പടയാളികളെ എല്ലാം അവൻ അടിച്ചു വീഴ്ത്തി. നീ പോയി അവനെ കൊല്ലാതെ കൊത്തിയെടുത്ത് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും ഒന്ന് കാണട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഗരുഡൻ പറന്ന് ഉദ്യാനത്തിലെത്തി ചിറകുകൾ വിടർത്തി ഹനുമാനെ ഒന്ന് അടിച്ചു. ഹനുമാനും തിരിച്ച് ഉഗ്രമായി അടി കൊടുത്തു. 2 പേരും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടന്നു. ഗരുഡൻ ആകെ തളർന്ന് രക്തം തുപ്പാൻ തുടങ്ങി. അവസാനം കാലും ചിറകുകളും ഒടിഞ്ഞ് ദൂരെ തെറിച്ചു വീണു. കൃഷ്ണ ഭഗവാനെ എന്ന് വിളിച്ച് ഗരുഡൻ നിലത്ത് കിടന്നിഴഞ്ഞു. ഇത് കണ്ട ആളുകൾ ഓടിവന്ന് കാര്യങ്ങൾ ബലരാമനോട് പറഞ്ഞു. ദേഷ്യമെന്ന ബലരാമൻ ഞാൻ അവനെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞ് നല്ല ഒരു സൈന്യത്തോടു കൂടെ പോയി. ഹനുമാനും
ബലരാമനും സൈന്യവുമായിട്ട് അതിരൂക്ഷമായ പോരാട്ടം നടത്തി. ഹനുമാന്റെ അടിയേറ്റ് ബലരാമൻ ആകെ അവശനായി. അങ്ങനെ ഗരുഡനും ബലരാമനും പരാജയപ്പെട്ട് വീണിരിക്കുന്നു. ഏറ്റുമുട്ടിയ പടയാളികളും ചാകാറായി കിടക്കുന്നു. ആ കുരങ്ങൻ വെറും മരഞ്ചാടിയല്ല, ലങ്കയെ ചുട്ടുകരിച്ച ശിവാംശ സംഭൂതനായ ഹനുമാനാണ്. അവന് ശ്രീരാമനോടല്ലാതെ മറ്റാരോടും ബഹുമാനമോ ഭക്തിയോ ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് ശ്രീരാമനും സീതയുമായിട്ട് അവൻ്റെ മുൻപിൽ ചെല്ലണമെന്ന് ഭഗവാൻ പറഞ്ഞു. അടുത്തത് സത്യഭാമയുടെ അടുത്ത് സുന്ദരിയായ നീയാണ് സീതയാവാൻ യോഗ്യതയുള്ളത്. അതുകൊണ്ട് വേഗ സീതയായി ഒരുങ്ങി വരാൻ പറഞ്ഞു. അശോകവനത്തിലിരിക്കുന്ന സീതയാണ് ഹനുമാൻ കണ്ടിട്ടുള്ളതെന്ന് വിചാരിച്ച് ഭാമ പ്രാകൃതമായി മുടി അഴിച്ചിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളണിഞ്ഞ് മുഖത്ത് ശരീരത്തിലും അഴുക്ക് പറ്റിച്ചു വന്നു. ഭാമയുടെ വേഷം കണ്ട് ഭഗവാന് ദേഷ്യം വന്നു. ഇതോ സീതയെന്ന് പരിഹസിച്ചിട്ട് രുക്മിണിയെ വിളിച്ച് സീതയുടെ വേഷത്തിൽ വരാൻ പറഞ്ഞു. രുക്മിണി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സുന്ദരിയായ സീതയുടെ വേഷത്തിലെത്തി. എന്തിനും സമർത്ഥയാണെന്നും ബഹുസുന്ദരിയാണെന്നും നടിച്ച സത്യഭാമ നോക്കി നിൽക്കെ ശ്രീരാമന്മാർ പൂന്തോട്ടത്തിലേക്ക് പോയി. സീതാസമേത ശ്രീരാമൻ എഴുന്നള്ളുന്നത് കണ്ട് ഹനുമാൻ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ത്രേതായുഗത്തിലെ ശ്രീരാമനും ദ്വാപരയുഗത്തിലെ കൃഷ്ണനും ഒരാളാണെന്ന്. അപ്പോൾ ഹനുമാൻ തൊഴുത് രാമനാമം ജപിച്ചുകൊണ്ട് തിരിച്ചുപോയി. പിന്നെ കൃഷ്ണൻ ബലരാമനെയും ഗരുഡനെയും സമാധാനിപ്പിച്ചു. രണ്ടുപേരും അഹങ്കാരത്തിൻ്റെ ഫലം അറിഞ്ഞെന്ന് പറഞ്ഞു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഭാമയ്ക്കുണ്ടായ നാണക്കേട് കൊണ്ട് അവളുടെയും അഹങ്കാരം ശമിച്ചു. നാരദൻ ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ തിരിച്ചുപോയി. കുട്ടികളെ, അങ്ങനെ ബലരാമൻ്റെയും ഗരുഡൻ്റെയും സത്യഭാമയുടെയും അഹങ്കാരം ഭഗവാൻ നശിപ്പിച്ചത് കണ്ടല്ലോ. അതുപോലെ ഹനുമാൻ്റെ ഉറച്ച ഭക്തിയും കണ്ടല്ലോ. അതുപോലെ കുഞ്ഞുങ്ങളെ, നമ്മളും അഹങ്കാരത്തോടെ ജീവിച്ചാൽ നമുക്ക് അധപ്പതനമേ ഉണ്ടാകൂ എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് അഹങ്കാരമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച് ഭക്തിയോട് ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഥ നിർത്തട്ടെ. ഹരി ഓം തത് സത്.